ശ്രീ കെവിൻ പീറ്റർ, ഈ ഫ്രാൻസിസ് ജോർജ് MP അവിടെ ഈ മുനമ്പത്ത് വന്ന് ആദ്യ ദിവസം അനുകൂലമായി ആ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ പിന്നീട് ഫ്രാൻസിസ് ജോർജിന്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. വളരെ കൃത്യമായ ഒരു ഭയപ്പെടുത്തൽ, ഭീഷണി അദ്ദേഹം നേരിട്ടു എന്ന് വേണം പറയാൻ. പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റമാണ് നമ്മൾ കണ്ടത്. ഈ മുനമ്പത്തെ ഭൂമി ഇങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ കിട്ടണം, ഈ വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ജോർജിന് പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് നമ്മൾ കണ്ടതാണ്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ പല MP-മാരുടെയും അവസ്ഥ. കോൺഗ്രസിന്റെ MP-മാരുടെ അല്ല, ഇപ്പോൾ സംസാരിക്കുന്ന ശ്രീ വിജേഷിന്റെ അവസ്ഥയും അത് തന്നെയാണ്. വിജേഷിന് ഒരിക്കലും യാഥാർത്ഥ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മുനമ്പം വിഷയത്തെക്കുറിച്ചോ അവിടുത്തെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഈ മറ്റ് SDP, PDP, വെൽഫെയർ പാർട്ടി, സമസ്ത ഇവരുടെ ഒന്നും നിലപാടിനെ കുറിച്ച് ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പോലും അടിമ തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 3500 കിലോമീറ്റർ അകലെയുള്ള മണിപ്പൂരിലേക്ക് പോകുന്നു. മണിപ്പൂരിനെ കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാനറിയാം. ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് നിലവിൽ വന്ന കാലം തൊട്ട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള ഈ ഗോത്ര കലാപങ്ങളുടെയും എത്രയൊക്കെ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നുള്ളതും എത്ര കലാപങ്ങൾ എത്ര വർഷം നീണ്ടു നിന്നുള്ളതും കൃത്യമായ കാര്യങ്ങൾ ഞങ്ങളിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല. KCBCയുടെ നിലപാടിനെ കുറിച്ച്, കോൺഗ്രസ് എടുത്തിരിക്കുന്ന ആ നിലപാടിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഇവിടുത്തെ മുനമ്പം വിഷയത്തിന്റെ ഈ വഖഫ് നിയമ ഭേദഗതിയാലാതെ മറ്റെന്ത് പരിഹാരത്തിലൂടെയാണ്, മറ്റെന്ത് രീതിയിലൂടെയാണ് അത് പരിഹരിക്കുക എന്ന് നിങ്ങൾക്ക് പറയാനില്ല. ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ മണിപ്പൂരിൽ പഠിച്ച് തൂങ്ങുകയാണ്. നിങ്ങൾ വന്ന് കയറിയ സമയം മുതൽ നിങ്ങൾ ഇപ്പോൾ ആരിഫ് ഹുസൈൻ ചോദിച്ചില്ലേ? ആരിഫ് ഹുസൈൻ ചോദിച്ചാൽ എന്താണ് തെറ്റ്? രാഹുൽ ഗാന്ധി വന്നില്ല, വേണ്ട, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള പെങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പരിഭവം തീർക്കാനായിട്ട് ഡൽഹിയിൽ സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയതിന്റെ പരിഭവം തീർക്കാനായിട്ട് ഇപ്പൊ പാണക്കാട് ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ചല്ലോ, അല്ലേ? ബാഗും തൂക്കി, അത് പാലസ്തീന്റെ ഫ്ലാഗുള്ള ബാഗും തൂക്കി, പാലസ്തീന്റെ ഫ്ലാഗുമായിട്ട് ലോക്സഭയിലേക്ക് പോയല്ലോ. സ്വന്തം മണ്ഡലത്തിലെ ആനശല്യം ഉണ്ടല്ലോ, ഒരു ആനയുടെ പടമുള്ള ഒരു ബാഗുമായിട്ട് ആ സ്ത്രീ പോയോ? ഇല്ലല്ലോ, പോയില്ലല്ലോ. അപ്പൊ അവര് മണിപ്പൂർ മുനമ്പ് സന്ദർശിച്ചോ? പ്രിയങ്ക? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ നിലപാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നതെന്ന് അറിയാം, ആരുടെ അടിമകളാണെന്നറിയാം, ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് കാട്ടിക്കൂട്ടുന്നത് എല്ലാം ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും ഈ മണിപ്പൂരൊക്കെ പറഞ്ഞ് ചർച്ചകളിൽ വന്നിരുന്ന ആളുകളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഇവിടുത്തെ വിഷയത്തിൽ വരൂ. നിങ്ങളുടെ നേതാവ് പറഞ്ഞല്ലോ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്താണ് ആ ഫോർമുല എന്ന് ഇവിടുത്തെ ജനങ്ങൾ അറിയട്ടെ. അതിനുള്ള അവകാശമുണ്ടല്ലോ, ജയിപ്പിച്ചവരുടെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പരിഹരിക്കുമെന്ന്. അവിടുത്തെ അച്ഛൻ വേദനയോടുകൂടെ പറഞ്ഞു, ക്രിസ്മസിന്റെ അന്ന് ഞങ്ങൾക്ക് നിരാഹാരം ഇവിടെ ഇരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും വന്നിരിക്കും. തുടർന്ന് അങ്ങോട്ട് കോൺഗ്രസ് നിങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് കേരളം അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്ത് പ്രക്ഷോഭമാണ് നിങ്ങൾ സംഘടിപ്പിച്ചത്? എവിടെയെങ്കിലും ഒരു സായന തന്നെ നിങ്ങൾ സംഘടിപ്പിച്ചത്? ഇല്ലല്ലോ. നിങ്ങൾ പറ, നിങ്ങൾ എന്ത് ഈ സമരം ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കാൻ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനെ പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ട് ആ വിഷയം പരിഹരിക്കാനായിട്ട് നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചെന്ന് പറയൂ. അതിനു പകരം മണിപ്പൂരിലെ കാര്യമല്ല പറയേണ്ടത്. ഞങ്ങൾക്ക് അറിയേണ്ടത് കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന്റെ പ്രതിദാനം ചെയ്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കളുടെ മുനമ്പം വിഷയത്തിലുള്ള നിലപാടും KCBC പറഞ്ഞ ഇതിൽ നിങ്ങളുടെ ആ ധാർഷ്ട്യം എന്തുകൊണ്ടാണെന്നുള്ളതും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്.